ചായ കുടിക്കാൻ വിളിച്ചിട്ട് എത്ര നേരം. എടാ മോനെ ഒന്ന് വാടാ, വന്ന് ചായ കുടിച്ചേ. വേണ്ട ചായ ഇപ്പൊ വേണ്ടെന്നാ, ഇനി എപ്പൊ കുടിക്കാനാണ്? എത്ര പ്രാവശ്യം ഞാൻ വന്ന് വിളിക്കണത് ചായ കുടിക്കാനായിട്ട്? മര്യാദക്ക് വന്നേ, വന്ന് ചായ കുടിച്ചേ. എന്നിട്ടാണ് ചായക്ക് കടി. അമ്മേ, മോൻ നല്ല ഇഡ്ഡലി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, മോൻ വാ. എനിക്ക് ദോശ മതി. ദോശ ഇപ്പൊ നിനക്ക് രാവിലെ പറയാറുന്നില്ലേ? വാ, ദോശക്ക് ദോശ ഉണ്ടാക്കി തരാം. അമ്മ എന്താണ് വരാൻ വൈകണത്? അമ്മയുടെ ജോലി കഴിഞ്ഞിട്ടില്ലേ? ഒരു കാര്യം ചെയ്യാം, അമ്മ എന്നെ തന്നെ നോക്കാം. സമയം ഒരുപാടായല്ല, ഒത്തിരി ജോലി ഉണ്ടായിരുന്നു. കൊച്ചെന്തിർക്കണമെന്നാവോ, വിശക്കണുണ്ടാവും. ഇതെന്തായാലും കൊടുക്കാവക്ക്. അമ്മണ്ടല്ലോ. അവിടെ മോള് എടുക്കണേരുന്നു അമ്മനെ നോക്കി. അമ്മ, ഞാൻ അമ്മനെ കാത്തിരിക്കുന്നു. എന്താണ്? അമ്മ എനിക്ക് വിശക്കണു. അമ്മയുടെ മൂക്ക് വിശക്കണ? ദേ, അമ്മ ജോലി ചെയ്യണ സ്ഥലത്തുനിന്നേ പാപ്പം കൊണ്ടുവന്നിട്ടുണ്ട്, നമുക്ക് തരാട്ടാ. ബാ, കഴിക്കാം നമുക്ക്. കുടിക്കാൻ കാശുമില്ലല്ലോ. ആ ജോലിക്കാരത്തണ്ടല്ലോ, 100 രൂപ നേടി. എന്റെ കാശൊന്നുമില്ല. നിന്റെ കാശില്ലെന്നാ? നീ വലിയ ജോലിക്കാരില്ലേടി. താടി 100 രൂപ, കുടിക്കാൻ കാശില്ലേടി, അതുകൊണ്ടാടി താടി 100. നിങ്ങൾ ഇത്ര കടങ്ങളൊക്കെ വരുത്തി വെച്ചിട്ടും നിങ്ങളുടെ കുടി നിർത്താറായില്ലല്ലേ? നിങ്ങളുടെ നശിഞ്ഞ കുടിയാറിനാണ് ഇവിടെ ഇത്ര കടങ്ങൾ വന്നത്. അത് വല്ലതും അറിയോ നിങ്ങൾക്ക്? ഞാൻ ജോലിക്കുള്ള പൈസ പോലെ നിങ്ങളുടെ കടങ്ങൾക്കൊക്കെ തികയണില്ല. എന്നോട് നിങ്ങൾ പൈസ വയ്ക്കണം. എന്റെ അടുത്ത് പൈസ ഇല്ല. മതിയടി ചലിച്ചത്. ഇതൊക്കെ കാശ് ചോദിച്ചാൽ നീ കാശ് എന്നാ മതി, കൂടെ സംസാരിക്കാൻ നിൽക്കണ്ട. ആണുങ്ങളായ കുടിക്കോടി കടങ്ങളും വരുത്തും. അതേ നാട്ടിളപ്പാണ്. നീ കാശാടി കയ്യിൽ പൊടിയുണ്ടല്ലോ, അതെന്താടി? ഇതേ കൊച്ചിനോടുത്തുള്ള കാശിയിൽ ഒളിപ്പിച്ചിട്ടൊക്കെയുണ്ട്. ദോശ കാശിങ്ങനെ ദോശ നിന്നെടുത്ത് ഒരു ദിവസം പട്ടിണി പറഞ്ഞ കത്തൊന്നും പോകുന്നില്ല. അവളുടെ ദോശ. എന്റെ കൊച്ചിന് കൊടുക്കാനുള്ള ആഹാരമാണ് എല്ലാ ദുഷ്ടം കളഞ്ഞത്. ഇനി എന്റെ കൊച്ചിന് ഞാൻ എന്തു കൊടുക്കും ദൈവമേ? അമ്മ സങ്കടപ്പെടണ്ട, എനിക്ക് വിശക്കല്ല. ഞാൻ കളിക്കാൻ പോയിക്കോട്ടെ. ഇത്ര ഗതികെട്ട അമ്മയെ പോയല്ല ഞാൻ. മോനെ കുഞ്ചു വന്നേടാ, ചോറ് വെച്ചേക്കണേ, വേമ്പ കുഞ്ചു. അയ്യേ, ഇതാണ് കറി. എന്താണ് ഈ കറിക്ക് കുഴപ്പം? മര്യാദക്കിരുന്ന് ചോറിനെ ഇരിക്കേണ്ട ഈ കറി. കുഞ്ചു വാശി പിടിക്കല്ലേ, മര്യാദക്ക് ഈ ചോറിനെ. ഈ കറിക്ക് ഒരു കുഴപ്പമില്ല. ഈ കറി വേണ്ടെന്ന് പറഞ്ഞാ വേണ്ട. പിന്നെ നിനക്ക് എന്ത് കറിയാണ് വേണ്ടത്? എനിക്ക് മീനാണ്, ഞാൻ ചോറിനുള്ളൂ. മീന്? ഇനി എപ്പ എവിടെ നിന്ന് മീൻ കിട്ടാനാണ്? അതെ, അമ്മ വൈകുന്നേരം മോന് മീൻ കറി വിട്ട് ചോറ് തരാം. ഇപ്പൊ മോന് ഇത് വിട്ട് തിന്നി. നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇത് മീനിലാണ് ചോറ് വേണ്ട. എന്താണ് ഇവിടെ രണ്ടുപേരും കുറെ നേരം മൂളിക്ക കളി വെച്ചപ്പാട്? എന്താണ് പ്രശ്നം? അതൊന്നുമില്ല ഏട്ടായി, അവനെ മീൻ കറിയില്ലാതെ ചോറിനൂലാന്ന്. ഒന്ന് പോമാളൂ, എന്റെ മോൻ അങ്ങനെ ഒന്നും പറയുന്നില്ല. നീ നോക്കിക്കോ, ഞാനിപ്പോ ചോറ് കൊടുക്കുമ്പോ തിന്നണം, നോക്കിക്കോട്ടാ. വാ കുഞ്ചു പോന്നെ, എവിടെ ഇരുന്ന് ചോറുന്നേ. മീനിലാണ് ചോറ് വേണ്ട. നീ ചോറ് കട്ടണ ചോറുന്നടാ. ഇത് വേണ്ട. കൊച്ചു ചോറുന്നില്ലല്ലോ, നീ മേടിച്ചാ മതിയായിരുന്നു. ഇതാണ് കുഴപ്പം. നീ ഒറ്റ ഒരാളാണ് അവനിങ്ങനെ പുന്നാരിപ്പിച്ച് ചീത്തയാക്കണത്. അവനെന്തെങ്കിലും പറഞ്ഞാൽ അത് അപ്പൊ തന്നെ ചെയ്തു കൊടുത്തോളാം, എന്നാലും നിനക്ക് സമാധാനമുള്ളൂ. അങ്ങനെ ചെയ്യുമ്പോഴാണ് ആ ചെക്കന് ഇങ്ങനെ വാശി വന്നത്. നിനക്ക് ഇനിയെങ്കിലും മനസ്സിലാക്ക്. അവനെന്തെങ്കിലും തിന്നണ്ടേ, അതിനു വേണ്ടിയാണ് അവൻ പറയണത് ഞാൻ ചെയ്തു കൊടുക്കണത്. കൊടുക്ക്, അവന് വേണ്ടെന്നാ വെച്ചാല് വേഗം പോയി ഉണ്ടാക്കി കൊടുക്ക്. എന്റെ പൊന്നുമാണ് നീയായിട്ട് ഞാൻ ചെക്കനെ നശിപ്പിക്കണത്. ഇപ്പൊ തന്നെ ആഹാര കാരണത്ത് ഇവന് ഈ ചെറുപ്പത്തിൽ ഇങ്ങനെ അപ്പൊ വലുതാവുണ്ടായിക്കോളൂ. നീ എന്തെങ്കിലും കാണിക്കും.
അയ്യോ, ഇത് അനൂപിന്റെ മോളല്ലേ നന്ദൂസ്? ഈ കൊച്ചാണ് ഇവിടെ നിന്ന് പൈപ്പ് വെള്ളം കുടിക്കണത്. നന്ദൂസേ, എന്താ അങ്കിള്? മോനെന്താണ് ഇവിടെ നീ പൈപ്പ് വെള്ളം കുടിക്കണത്? വിശന്നിട്ടാണ് അങ്കിള്, ഞാനൊന്നും കഴിച്ചില്ല. അയ്യോ, മോനൊന്നും കഴിച്ചില്ലേ? അതെന്തൂറ്റി? അമ്മ എനിക്ക് കഴിക്കാൻ കൊണ്ടുവന്ന പാപ്പൊക്കെ അച്ഛനടുത്ത് വലിച്ചെറിഞ്ഞു. അതിന്റെ എനിക്ക് ഒന്നും കഴിക്കാൻ പറ്റില്ല. വിശന്നിട്ടാണല്ലേ ഞാൻ പൈപ്പിൽ നിന്ന് വെള്ളം കുടിച്ചത്. അയ്യോ, നോക്ക് വിശക്കണണ്ടാ. എന്നാലേ അങ്കിളിനൊപ്പം വാ, അങ്കിളിന്റെ വീട്ടിൽ നിന്ന് അങ്കിള് ചോറ് തരാട്ടാ. വാ, മാളു എന്നിട്ടാ. മാളോ, മാളോ, വാ നമുക്ക് ആ ദേവല്ലേ പോയിട്ടോ. ആ ഇതെല്ലാം ദിവസമായിട്ട് നന്ദൂസിനെ എനിക്കിത് അപ്പുറത്തുനിന്ന് കിട്ടിയതാണ്. ഞാൻ അങ്ങോട്ട് പോണ വഴിക്ക് ആളെ പൈപ്പിലോട്ടിലിരുന്ന് വെള്ളം കുടിക്കുന്നു. എന്താന്ന് ചോദിച്ചപ്പേ ഇന്ന് ആഹാരം കഴിച്ചിട്ടില്ലെന്ന്. കൊച്ചിന് കൊണ്ടുവന്ന ആഹാരമേ കൊച്ചിന്റെ അച്ഛൻ്റെ അടുത്ത് വലിച്ചെറിഞ്ഞു നാനൂപ്. ഇപ്പൊ വിശക്കണമെന്ന് പറഞ്ഞപ്പോ ഞാനൊരു കൂട്ടിക്കൊണ്ടുവന്നു. നീ കൊച്ചിന് വയറിച്ച് ആഹാരം കൊടുക്കും. അതിനെന്താണ് മോള് വാ, ആന്റി ചോറ് തരാട്ടാ. ഇതിരുന്നു ചോറെടുത്തൊന്നും വരാട്ടാ. നന്ദൂസിനി ചോറും കൊണ്ട് ആന്റി ഇപ്പൊ വരുവട്ടാ. എന്നാ ചോറ് വേഗം കഴിച്ചോട്ടാ. മതിയാ നന്ദൂസിന്? വയറ് നിറഞ്ഞ? ഇനി ചോറ് വേണോ? ആന്റിന്റെ വയർ നിറഞ്ഞു. എന്നാ മോനെ എഴുന്നേറ്റോട്ടാ. ദേ അവിടെ പോയി കൈ എഴുത്. നന്ദൂസിന് ഇഷ്ടപ്പെട്ട ആഹാരം? ആങ്കിള് നല്ല കറിയായിന്ന്. ആഹാ, നന്ദൂസിന് കറികളൊക്കെ ഇഷ്ടപ്പെട്ടാ? ദേ ഇനി വിശന്നാലേ മോനെ ഇങ്ങാട്ടേക്ക് പോന്നാ മതിയട്ടാ. ആന്റി മോന് ഭക്ഷണം തരാട്ടാ. ആന്റി വരാട്ടാ. ആ എന്നാ ഞാൻ പൊക്കോട്ടെ. ആ ശരി എന്നാ. എന്നാ ഞാൻ പോണ്ടാ. ടാറ്റാ. ആ കൊച്ചു പോണണ്ട എന്ത് സന്തോഷത്തോടുകൂടിയാണ് പോണത്. എന്ത് സന്തോഷത്തോടുകൂടിയാണ് ആ കൊച്ചിരുന്ന് ആഹാരം കഴിച്ചത്. എന്താണെന്നറിയാമോ? ആ കൊച്ചിനെ വിശപ്പിന്റെ വില അറിയാം. അതുകൊണ്ടാണ് അത്രയും സന്തോഷത്തോടുകൂടി ആ കൊച്ചു ആഹാരം കഴിച്ചത്. പക്ഷേ നമ്മുടെ മോൻ ഇങ്ങനെയല്ല. നമ്മുടെ മോനെ വിശപ്പിന്റെ വില അറിയില്ല, ആഹാരത്തിന്റെ വില അറിയില്ല. അതുകൊണ്ടാണ് പിന്നെ അവൻ ആഹാരം തട്ടിക്കളഞ്ഞത്. നീയാണെങ്കിൽ പിന്നെ അവൻ ഇങ്ങനെ കൊണ്ടേ നടക്കുകയല്ല. അവന് വേണ്ട ആഹാരങ്ങൾ അവൻ പറയണ കാര്യങ്ങളെല്ലാം നടത്തി കൊടുക്കാൻ. അതുകൊണ്ടാണ് ചെക്കൻ ഇങ്ങനെ ആയി പോയത്. മാളു, ഞാനൊരു കാര്യം പറയാം. നിനക്ക് നമ്മുടെ മോന നല്ല രീതിയിൽ നല്ല മോനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇനിയെങ്കിലും ദൈവത്തിനോടുത്ത് അവന്റെ വാശിക്കും താളത്തിൽ നിന്ന് കൊടുക്കല്ലേ. അവന് വേണ്ടി പ്രത്യേകിച്ച് ആഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ വീട്ടില് നമുക്ക് എന്താണോ ഉണ്ടാക്കണത് അത് തന്നെ അവന് കൊടുത്താൽ മതി. അല്ലാണ്ട് അവന് സ്പെഷ്യൽ ആയിട്ട് ഒന്നും ഉണ്ടാക്കി കൊടുക്കേണ്ട കാര്യമില്ല. അവന്റെ വാശിക്ക് നിന്ന് കൊടുക്കരുത്. അവന് വേണ്ടെങ്കിൽ വേണ്ട, അവൻ കഴിക്കണ്ട, അവൻ പോട്ടെ. അവന് വിശക്കുമ്പോ അവൻ താനെ വന്നെടുത്ത് കഴിച്ചോളൂ. കൊച്ചുങ്ങളെ കുറച്ച് വിശപ്പിന്റെ വില അറിയണം. എന്നാലാണ് ആഹാരത്തിന്റെ സ്വാദ് എന്താണെന്ന് അറിയുള്ളൂ. ദേ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഇനി നിന്റെ ഇഷ്ടം. അതെ, നമ്മൾ നമ്മുടെ മക്കളെ വളർത്തുമ്പോൾ ആഹാരത്തിൻ്റെ വില മനസ്സിലാക്കി കൊടുത്ത് തന്നെ വേണം അവരെ വളർത്താൻ. കാരണം നമ്മുടെ ഈ സമൂഹത്തിൽ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കൊതിക്കുന്ന ഒരുപാട് പേരുണ്ട്. ആഹാരത്തിൻ്റെ വില മനസ്സിലാക്കി വളരുന്ന ഒരു മക്കളും പിന്നീട് ആഹാരത്തെ നിന്ദിക്കുകയോ ആഹാര സാധനങ്ങൾ പാഴാക്കുകയോ ചെയ്യില്ല. വിശപ്പ് എന്താണെന്നറിഞ്ഞവർക്ക് ആഹാരത്തിൻ്റെ വിലയും എന്താണെന്നറിയും. ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ വളർന്നു വരുന്ന നമ്മുടെ പുതിയ തലമുറയ്ക്ക് വേണ്ടി സമർപ്പിക്കുകയാണ് കേട്ടോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യാനും അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്താനും മറക്കരുതേ.